ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ടു ടേൽസ് ഓഫ് നജു. ഇന്ന് ബാക്കിയായിട്ടുള്ള ചോറ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നൂലപ്പം ഇടിയപ്പൊക്കെ എന്ന് പറയുന്ന നൂൽപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ നൂലപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 3 കപ്പ് ബാക്കിയായിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ 3 കപ്പ് ചോറും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം വെള്ളം ആയി പോകരുത്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് അരിപ്പൊടിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ 3/4 കപ്പ് പൊടി എടുത്തപ്പോൾ കുറച്ചും കൂടെ പൊടി ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കപ്പ് കൂടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 3 കപ്പ് ചോറിന് 1 കപ്പ് അരിപ്പൊടി എന്ന ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ വാട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ്. പിന്നെ ബാക്കിയായിട്ടുള്ള ചോറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ അത് നമുക്ക് ചോറ് കളയാതെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ കൂടെയാണ്. ഇപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് 4 കപ്പ് പൊടിയൊക്കെ എടുക്കുമ്പോൾ അതിലേക്ക് 4 കപ്പ് എടുക്കുന്നതിന് പകരമായിട്ട് 3 കപ്പ് ചോറും 1 കപ്പ് പൊടിയും ഉണ്ടായാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പൊടി ഡിവൈഡ് ആക്കി വെച്ചിട്ടുള്ള അതിലൊരു ഭാഗം എടുത്തിട്ട് നൂൽപുട്ടിൻ്റെ അച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീമറിൻ്റെ തട്ട് ഒന്ന് ഓയിൽ കൊണ്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇഡ്ഡലി തട്ടിൻ്റെ ഓരോരോ കുഴിയിലേക്കും അല്പം തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇട്ട് കൊടുക്കാതെ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നോർമൽ രീതിക്ക് തന്നെ ചുറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ നൂൽപുട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇഡ്ഡലി സ്റ്റീമറിൽ വെള്ളം വെച്ച ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇപ്പോൾ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കായി നോക്കാനായിട്ട് കൈ ഉപയോഗിച്ചിട്ടൊന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ കയ്യിൽ മാവ് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടെന്നാണ്. ഞങ്ങളിവിടെ ഇതിനെ നൂൽപുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലി സ്റ്റീമറിൽ നിന്ന് മാറ്റി വെച്ച ശേഷം 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഒരു സ്പൂണ് കൊണ്ട് അതിൽ നിന്നൊന്ന് വിടിപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. കാരണം അധികം പത്തിരിപ്പൊടിയുടെ ആവശ്യമില്ല. ചോറ് വേസ്റ്റായി പോവുകയുമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റുകളും അറിയിക്കുക. ഇതുപോലെ ബാക്കിയായിട്ടുള്ള ചോറ് കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള പല റെസിപ്പീസിൻ്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.